ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 50 ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്. ഡോക്ടറോടും സ്റ്റാഫിനോടും ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാം. നിങ്ങൾക്ക് ആശുപത്രിയിൽ പോകുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ ഇന്നു മുതൽ നമുക്കത് റെഡിയാക്കിയെടുക്കാം. ഇന്നു മുതൽ നിങ്ങളത് പഠിക്കാൻ തുടങ്ങൂലേ? അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇംഗ്ലീഷ് ഒരു ഭാഷ മാത്രമല്ല, പുതിയ അവസരങ്ങളിലേക്കുള്ളൊരു വാതിലാണ്. ദിവസവും കുറച്ച് സമയം പരിശീലിച്ചാൽ ആർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലേ? ഫസ്റ്റ് സെൻറ്റൻസ് പഠിച്ചാലോ? എനിക്ക് പനിയുണ്ട്. എങ്ങനെ പറയാം ഡോക്ടറോട്? ഐ ഹാവ് എ ഫീവർ. എന്താണ് പറയുക? ഐ ഹാവ് എ ഫീവർ. എനിക്ക് പനിയുണ്ട്. ഇനി എനിക്ക് തലവേദനയുണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് എ ഹെഡ് ഏക്ക്. എന്താണ് പറയുക? ഐ ഹാവ് എ ഹെഡ് ഏക്ക്. എനിക്ക് തലവേദന ഉണ്ട്. ഐ ഹാവ് എ കഫ്. എനിക്ക് ചുമ ഉണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് എ കഫ്. ഇനി എനിക്ക് ജലദോഷമുണ്ട്. ഐ ഹാവ് എ കോൾഡ്. എന്താണ് പറയുക? ഐ ഹാവ് എ കോൾഡ്. എനിക്ക് ജലദോഷം ഉണ്ട്. ഇനി എനിക്ക് അസുഖം തോന്നുന്നു. എങ്ങനെ പറയാം? ഐ ഫീൽ സിക്ക്. എന്താണ് പറയുക? ഐ ഫീൽ സിക്ക്. എനിക്ക് അസുഖം തോന്നുന്നു. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഐ ഹാവ് എ ഫീവർ. എനിക്ക് പനിയുണ്ട്. ഐ ഹാവ് എ ഹെഡ് ഏക്ക്. എനിക്ക് തലവേദന ഉണ്ട്. ഐ ഹാവ് എ കഫ്. എനിക്ക് ചുമ ഉണ്ട്. ഐ ഹാവ് എ കോൾഡ്. എനിക്ക് ജലദോഷമുണ്ട്. ഐ ഫീൽ സിക്ക്. എനിക്ക് അസുഖം തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസസ് പഠിക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പം ചോദിക്കുകയാണ്, ഇപ്പോൾ നഴ്സുമാരോടോ ഇല്ലെങ്കിൽ നമ്മൾ അവിടെയുള്ള സ്റ്റാഫിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഡോക്ടർ എവിടെയാണ്? എങ്ങനെ ചോദിക്കാം? വേർ ഈസ് ദ ഡോക്ടർ? എനിക്ക് ഡോക്ടറെ വേണം. എങ്ങനെ പറയാം? എനിക്കൊരു ഡോക്ടറെ കാണണം. എങ്ങനെ പറയാം നമുക്ക്? അല്ലെങ്കിൽ എനിക്കൊരു ഡോക്ടറെ വേണം. എങ്ങനെ പറയാം? ഐ നീഡ് എ ഡോക്ടർ. ഇനി ദയവായി എന്നെ സഹായിക്കൂ. എങ്ങനെ പറയാം? പ്ലീസ് ഹെൽപ്പ് മീ. ദയവായി എന്നെ സഹായിക്കും. ഐ ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ്. എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്. വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? എന്താണ് ചോദിക്കുക? വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങളുടെ പേര് എന്താണ്? ഇനി നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസസ് നോക്കാം. പ്ലീസ് ടേക്ക് എ സീറ്റ്. ദയവായി ഇരിക്കൂ. വെയിറ്റ് ഫോർ എ മൊമെൻറ്റ്. ഒരു നിമിഷം കാത്തിരിക്കൂ. ദ ഡോക്ടർ വിൽ സീ യു സൂൺ. ഡോക്ടറെ ഉടൻ നിങ്ങളെ കാണും. വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താണ് പ്രശ്നം? സിൻസ് വെൻ ഡു യു ഹാവ് ദിസ് പ്രോബ്ലം? ഈ പ്രശ്നം എപ്പോൾ മുതലുണ്ട്? ഡോക്ടർ നമ്മളോട് ചോദിക്കുകയാണ്, എപ്പോൾ മുതലാണ് ഈ അസുഖം സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കൂലേ? അപ്പോൾ എന്താണ് ചോദിക്കുക? സിൻസ് വെൻ ഡു യു ഹാവ് ദിസ് പ്രോബ്ലം? ഈ പ്രശ്നം എപ്പോൾ മുതൽ ഉണ്ട്? നമുക്കൊന്നുകൂടി നോക്കിയാലോ പഠിച്ച സെൻറ്റൻസസ്. പ്ലീസ് ടേക്ക് എ സീറ്റ്. ദയവായി ഇരിക്കൂ. വെയിറ്റ് ഫോർ എ മൊമെൻറ്റ്. ഒരു നിമിഷം കാത്തിരിക്കൂ. ദ ഡോക്ടർ വിൽ സീ യു സൂൺ. ഡോക്ടർ ഉടൻ നിങ്ങളെ കാണും. വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താണ് പ്രശ്നം? സിൻസ് വെൻ ഡു യു ഹാവ് ദിസ് പ്രോബ്ലം? ഈ പ്രശ്നം എപ്പോൾ മുതലുണ്ട്? നെക്സ്റ്റ്, ഡു യു ഹാവ് എനി പെയിൻ? നിങ്ങൾക്ക് വേദനയുണ്ടോ? ഡോക്ടർ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡു യു ഹാവ് എനി പെയിൻ? നിങ്ങൾക്ക് വേദനയുണ്ടോ? അപ്പോൾ നെക്സ്റ്റ് ചോദിക്കുകയാണ്, വെയർ ഡസ് ഇറ്റ് ഹർട്ട്? എവിടെയാണ് വേദന? എവിടെയാണ് വേദന എന്ന് ചോദിക്കുകയാണ്. വെയർ ഡസ് ഇറ്റ് ഹർട്ട്? എവിടെയാണ് വേദന? അപ്പം ദയവായി വായ തുറക്കൂ എന്ന് പറയാണ്. പ്ലീസ് ഓപ്പൺ യുവർ മൗത്ത്. ഇങ്ങനെയാണ് പറയുക. പ്ലീസ് ഓപ്പൺ യുവർ മൗത്ത്. ദയവായി വായ തുറക്കും. ആഴത്തിൽ ശ്വാസം എടുക്കും. ഡോക്ടർ പറയാണ്, ആഴത്തിൽ ശ്വാസം എടുക്കൂ. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ആഴത്തിൽ ശ്വാസം എടുക്കും. ഇനി യുവർ ടെമ്പറേച്ചർ ഈസ് നോർമൽ. നിങ്ങളുടെ ശരീര താപനില സാധാരണമാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണ. യുവർ ടെമ്പറേച്ചർ ഈസ് നോർമൽ. നിങ്ങളുടെ ശരീര താപനില സാധാരണയാണ്. ഡോക്ടേഴ്സ് സാധാരണ പറയാറുണ്ടല്ലേ, നിങ്ങൾക്ക് കുറച്ച് വിശ്രമം വേണം. എങ്ങനെ പറയും? യു നീഡ് സം റെസ്റ്റ്. എന്താണ്? യു നീഡ് സം റെസ്റ്റ്. നിങ്ങൾക്ക് കുറച്ച് വിശ്രമം വേണം. ഇനി ധാരാളം വെള്ളം കുടിക്കൂ. ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. എന്താണ്? ധാരാളം വെള്ളം കുടിക്കൂ. ഇനി ടേക്ക് ദിസ് മെഡിസിൻ. ഈ മരുന്ന് കഴിക്കൂ. ടേക്ക് ഇറ്റ് ട്വൈസ് എ ഡേ. ഇത് ദിവസത്തിൽ 2 തവണ കഴിക്കൂ. എങ്ങനെയാണ് പറയുക? ടേക്ക് ഇറ്റ് ട്വൈസ് എ ഡേ. ഇത് ദിവസത്തിൽ 2 തവണ കഴിക്കൂ. ടേക്ക് ഇറ്റ് ആഫ്റ്റർ ഫുഡ്. ഭക്ഷണത്തിന് ശേഷം കഴിക്കൂ. എങ്ങനെയാണ് പറയുക? ടേക്ക് ഇറ്റ് ആഫ്റ്റർ ഫുഡ്. പിന്നെ ഡോക്ടർ സാധാരണ ചോദിക്കാറുണ്ടല്ലേ, നിങ്ങൾക്ക് ഏതെങ്കിലും മരുന്നിനോട് അലർജി ഉണ്ടോ എന്നല്ലേ? എങ്ങനെയാണ് ഡോക്ടേഴ്സ് ചോദിക്കുക? ആർ യു അലർജിക് ടു എനി മെഡിസിൻ? നിങ്ങൾക്ക് ഏതെങ്കിലും മരുന്നിനോട് അലർജി ഉണ്ടോ? ഇനി നിങ്ങൾക്ക് പ്രമേഹമുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കും. ഡു യു ഹാവ് ഡയബറ്റിസ്?
നിങ്ങൾക്ക് പ്രമേഹമുണ്ടോ? എങ്ങനെയാണ് ചോദിക്കുക? ഡു യു ഹാവ് ഡയബറ്റിസ്? ഇനി നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടോ? ഡോക്ടർ ചോദിക്കുകയാണ് ഇംഗ്ലീഷിൽ നിന്ന് വിചാരിക്കുക. ഡു യു ഹാവ് ഹൈ ബ്ലഡ് പ്രഷർ? നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടോ? ഇനി ഞങ്ങൾക്ക് രക്തപരിശോധന വേണം. എങ്ങനെ പറയാം? വി നീഡ് എ ബ്ലഡ് ടെസ്റ്റ്. ഞങ്ങൾക്ക് രക്തപരിശോധന വേണം. ദയവായി ലാബിലേക്ക് പോകൂ എന്ന് പറയാണ്. എങ്ങനെ പറയാം? പ്ലീസ് ഗോ ടു ദ ലബോറട്ടറി. എന്താണ് പറയുക? പ്ലീസ് ഗോ ടു ദി ലബോറട്ടറി. നെക്സ്റ്റ് പഠിച്ചാലോ? ദ റിപ്പോർട്ട് വിൽ ബി റെഡി ടുമോറോ. റിപ്പോർട്ട് നാളെ തയ്യാറാകും. പ്ലീസ് കം ബാക്ക് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച വീണ്ടും വരൂ. ഡോക്ടർ പറയാണ് പ്ലീസ് കം ബാക്ക് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച വീണ്ടും വരൂ. യു ആർ ഗെറ്റിംഗ് ബെറ്റർ. നിങ്ങൾക്ക് ഭേദമാകുന്നു. ഡോണ്ട് വറി. വിഷമിക്കേണ്ട. എവറിത്തിങ് ഈസ് ഫൈൻ. എല്ലാം ശരിയാണ്. നെക്സ്റ്റ് നോക്കിയാലോ? ഹൗ ആർ യു ഫീലിംഗ് നൗ? ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഹൗ ആർ യു ഫീലിംഗ് നൗ? അപ്പോൾ ഐ ഫീൽ ബെറ്റർ നൗ. ഇപ്പോൾ എനിക്ക് നല്ലതായി തോന്നുന്നു. ഐ നീഡ് ആൻ ഇഞ്ചക്ഷൻ. എനിക്കൊരു ഇഞ്ചക്ഷൻ വേണം. പ്ലീസ് ലൈ ഡൗൺ. ദയവായി കിടക്കൂ. പ്ലീസ് റിലാക്സ്. ദയവായി ശാന്തരാകൂ. ഇനി നെക്സ്റ്റ് നോക്കിയാലോ? ദ ട്രീറ്റ്മെൻറ്റ് ഹാസ് സ്റ്റാർട്ടഡ്. ചികിത്സ ആരംഭിച്ചു. യു ക്യാൻ ഗോ ഹോം ടുഡേ. നിങ്ങൾക്ക് ഇന്ന് വീട്ടിലേക്ക് പോകാം. ഫോളോ ദ ഡോക്ടേഴ്സ് അഡ്വൈസ്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കൂ. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കൂ. ഐ നീഡ് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. എനിക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചൊന്നുകൂടി നോക്കിയാലോ? ദ ട്രീറ്റ്മെൻറ്റ് ഹാസ് സ്റ്റാർട്ടഡ്. ചികിത്സ ആരംഭിച്ചു. യു ക്യാൻ ഗോ ഹോം ടുഡേ. നിങ്ങൾക്ക് ഇന്ന് വീട്ടിലേക്ക് പോകാം. ഫോളോ ദ ഡോക്ടേഴ്സ് അഡ്വൈസ്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കൂ. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കും. ഐ നീഡ് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. എനിക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. ഇനി നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസസ് പഠിക്കാം. വേർ ഈസ് ദ ഫാർമസി? ഫാർമസി എവിടെയാണ്? ഐ വാണ്ട് ടു ബൈ മെഡിസിൻ. എനിക്ക് മരുന്ന് വാങ്ങണം. താങ്ക് യു ഡോക്ടർ. നന്ദി ഡോക്ടർ. ഗെറ്റ് വെൽ സൂൺ. വേഗം സുഖം പ്രാപിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. നല്ല ദിവസം ആശംസിക്കുന്നു. നമ്മൾ പഠിച്ച സെൻറ്റൻസസ് ഒന്നുകൂടി നോക്കാം. ഫാർമസി എവിടെയാണ്? എങ്ങനെ ചോദിക്കാം? വേർ ഈസ് ദ ഫാർമസി? എനിക്ക് മരുന്ന് വാങ്ങണം. ഐ വാണ്ട് ടു ബൈ മെഡിസിൻ. ഇനി ഡോക്ടറോട് നമ്മൾ നന്ദി പറയുന്നത് എങ്ങനെയാണ്? താങ്ക് യു ഡോക്ടർ. വേഗം സുഖം പ്രാപിക്കട്ടെ. ഗെറ്റ് വെൽ സൂൺ. ഹാവ് എ നൈസ് ഡേ. നല്ല ദിവസം ആശംസിക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 50 ഇംഗ്ലീഷ് ഹോസ്പിറ്റൽ സെൻറ്റൻസസ് പഠിച്ചു അല്ലേ? ഇന്ന് തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പഠിച്ച വാക്കുകളും വാക്യങ്ങളും വീണ്ടും വായിക്കുകയും പരിശീലിക്കുകയും ചെയ്യുക. ദിവസവും കുറച്ച് സമയം ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കണം. തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ്. അതിനാൽ ഭയപ്പെടാതെ തന്നെ പരിശീലനം നിങ്ങൾ തുടരണം. എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടതായിട്ട് കരുതുന്നു ഞാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി അറിയിക്കാം. അടുത്ത ക്ലാസ്സിൽ പുതിയ വിഷയവുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ ബൈ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ.